ഞങ്ങള് ലൈനിൽ ഞാൻ ആദ്യം വന്നത്. അപ്പം അവിടെ ഇറങ്ങിയപ്പോ ഞാൻ എന്റെ ക്യാപ്പൊക്കെ മാറ്റുന്ന സമയത്താണ് എന്റെ അടുത്ത് ഒരാൾ തോക്കും കുത്തി നിൽക്കുന്നത് കണ്ടത്. അപ്പം കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോണ്ട് ഒരാളെ വെടിവെച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ തൊട്ടടുത്തുണ്ടായിരുന്നു ആള്. തൊട്ടടുത്തുണ്ടായിരുന്നു, എന്റെ തൊട്ടടുത്തുണ്ട് ആള്. അപ്പൊ അത് നിങ്ങൾ വിചാരിച്ചത് പട്ടാളക്കാരാന്ന് വിചാരിച്ചു? ഞങ്ങൾ പട്ടാളക്കാരാന്ന് വിചാരിച്ചു. ഓക്കെ. ഈ ശരിക്കും ആർമി യൂണിഫോം ആണോ? കണ്ടാ ഒരു കാവി കളറിലുള്ള ഒരു ഡ്രസ്സാണ്. ഒരു എന്താ പറയുക, നമ്മളെ പോലീസുകാരൊക്കെ ഉള്ള അങ്ങനെ എനിക്ക് തോന്നിയത്. ചിന്തിക്കുന്നില്ലല്ലോ. ഈ ആളെ കണ്ടാൽ എങ്ങനെ, ഏത് നാഷണാലിറ്റി ആണെന്ന് തോന്നുന്നു? പാകിസ്ഥാൻ, അങ്ങനെ കശ്മീർ, അങ്ങനെ? കാശ്മീരി ആൾക്കാരല്ല കണ്ടിട്ട്. ഞങ്ങൾ ഇവിടെ ഒക്കെ കണ്ട ആളെ വെച്ച് നോക്കിയിട്ടല്ല. എന്നാലും സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എന്ത് ലുക്കാണ് അയാളെ കണ്ടാൽ? അയാളെ കണ്ടാല് നല്ലൊരു കുറെ മുഖമൊക്കെ ഒരു വെയില് കണ്ടിട്ടുള്ള ഒരു ഇതുണ്ടാവില്ലേ, കരിയാൾപ്പൊക്കെ ഉള്ള ഒരാൾ. ഡസ്കി സ്കിൻ ടോൺ ആണ്. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. മീശയൊക്കെ വെച്ച ആളുകളാണോ? മീശയും താടിയൊക്കെ ഉണ്ടോ? ഇല്ല, താടിയൊന്നുമില്ല. താടിയില്ല. ഓക്കെ. ക്ലീൻ ഷേവൻ ആണ്. ക്ലീൻ ഷേവ് ആണ്. ഞാൻ അത്ര ഇതാണെന്ന് അറിയുന്നില്ലല്ലോ. ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴേ പിന്നെ ഒരു സൗണ്ട് കേട്ട്, അപ്പൊ ആണ് ഒരാള് വെടികൊണ്ട് വീഴുന്നത്. അപ്പൊ തൊട്ടടുത്താ മരിച്ചു കിടക്കുന്നത്. എന്റെ തൊട്ടടുത്താ മരിച്ചു കിടന്നത്. ഈ ആളുകളോട് അവരുടെ പേരൊക്കെ ചോദിച്ചിട്ടാണ് വെടി തീർത്തുന്നത് ചില റിപ്പോർട്ടുകൾ. ആ സമയത്തൊക്കെ ഞാൻ സിപ്പ് ലൈനിലായിരുന്നു. അപ്പൊ എനിക്ക് അതൊന്നും അറിയില്ല. ഓക്കെ. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സിപ്പ് ലൈനിലുള്ള നിങ്ങളാണ്? ആണ്. അത് വേറെ ആളുണ്ടാവും. ഒന്ന് എന്റെ മകളാണുള്ളത്. സിപ്പ് ലൈൻ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഒന്ന് ഷൂട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി? ഞങ്ങള് പിന്നെ അവിടുന്ന് ടെൻസ് ഒക്കെ ചാടി ഞാനും എന്റെ മോളും വേറൊരു ഭാഗത്തേക്കും മറ്റേ മക്കൾ വേറെ ഭാഗത്തേക്ക് ഓടി. രണ്ടുപേര് വേറെ ഭാഗത്തേക്ക് ഓടി. ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾ ഇനി ഉടൻ മടങ്ങുമോ അവിടെ നിന്ന്, അതോ ഹോട്ടലിൽ തന്നെ കഴിയുകയാണോ? ഞങ്ങളിപ്പോ 28-ന് ബുക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിലേക്ക് പോരാനും. ഓക്കെ. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ, പ്രശ്നങ്ങളായിരിക്കുമല്ലോ? ഇവിടെ അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ശ്രീനഗറിലാണ്. ഇതൊരു 100 കിലോമീറ്റർ അപ്പുറത്താ. ഓക്കെ.